ഇതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ ആയിട്ട് എപ്പോഴും തോന്നുള്ളൂ. നമ്മൾ ഒരുപാട് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ്സ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങനത്തെ ഒരു കാലഘട്ടത്താണല്ലോ നമ്മളിപ്പം ജീവിക്കുന്നത്. അപ്പം ഇറങ്ങുന്നതെന്നും പറഞ്ഞാലും അപ്പം നിങ്ങളൊരു ആസ് എ റൈറ്റർ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എന്തെങ്കിലും അതൊരു ക്രിയേറ്റിവിറ്റി അത് ബാധിക്കുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതോ ക്രിയേറ്റിവിറ്റി നമ്മൾ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാനത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ആസ് എ റൈറ്റർ? നമ്മള് ഫോം ആയിരിക്കുന്നത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി അതുമൊക്കെ വരും. പക്ഷെ നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്യാനുള്ള ബോധത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഓരോ സിനിമകൾ എഴുതുമ്പോഴും ഇത് നമ്മളിപ്പം ഇത് വേറെ ആരോടെങ്കിലും നിങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാറുണ്ടോ? അതോ നിങ്ങൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് അങ്ങനെ തന്നെയാണോ ഒരു ഡ്യൂ ആയിട്ട് തന്നെ? ഞങ്ങൾ പല അഭിപ്രായങ്ങളും എടുക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഒരു ഫുൾ തീർന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ മനസ്സെന്നും പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു ആദ്യം. പക്ഷേ കുഞ്ഞുനാൾ പോലുള്ള കൂട്ടുകാരാണ് അതിൽ. ആ ഗ്രൂപ്പിൽ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു ദിവസം മൊത്തം ആ ഗ്രൂപ്പിലെ കാരണവരാണ് ഇരിക്കുന്നത്. ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടോ, അതായത് ഞാനന്ന് ഇവര് ആദ്യത്തെ 2 സിനിമകളൊന്നും ഇറങ്ങുമ്പോൾ ഞാൻ സിനിമയിലില്ല. അന്ന് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ വരുന്ന സമയം. അപ്പൊ ആ ലെൻസ് ഇട്ടിട്ട് ഞാൻ നോക്കാറുണ്ട് സിനിമകളെ. ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ചർച്ച നടക്കും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ പഴയ സിനിമകളെ നമ്മൾ വിട്ടു.